നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈത്തിൽ വധശിക്ഷ വളരെ വിരളമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രവാസികളെ പോലും ഞെട്ടിച്ച് ഒറ്റയടിക്ക് 7 പേരുടെ വധശിക്ഷയാണ് രാജ്യം നടപ്പിലാക്കിയത്. വധശിക്ഷ നടപ്പാക്കിയതിനെതിരെ മനുഷ്യാവകാശ സംഘടനകൾ പോലും രംഗത്ത് വന്നിരുന്നു. 7 പേരുടെ വധശിക്ഷ കുവൈത്തിന്റെ ഷെൻഗൻ വിസ, അതായത് ഒറ്റ വിസയിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സൗകര്യം, ഈ സംവിധാനത്തിലടക്കം അനന്തരഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റും പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിനെ പൂർണ്ണമായി തള്ളി കുവൈറ്റ് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് സാലിം അബ്ദുള്ള അൽ ജാബിർ അസബാഹ് ശക്തമായ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റുള്ളവർ ഇടപെടുന്നതിനെ അദ്ദേഹം കടുത്ത ഭാഷയിൽ തള്ളിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയിലും അതിന്റെ വിധികളിലും ഇടപെടുന്നതിനെ ശക്തമായി നിരാകരിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് മാർഗരിറ്റിസ് ഷിനാസിന്റെ പ്രസ്താവനയ്ക്ക് പിറകെയാണ് കുവൈറ്റ് വിദേശകാര്യമന്ത്രിയുടെ ശക്തമായ പ്രതികരണം വന്നിരിക്കുന്നത്. ഇത് ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഞങ്ങൾ അതിൽ അഭിമാനിക്കുന്നു. അതിന്റെ സംവിധാനത്തിലും അധികാര വിഭജനത്തിലും അഭിമാനിക്കുന്നു. ഗവൺമെന്റോ വ്യക്തിയോ എന്ന നിലയിൽ ജുഡീഷ്യൽ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ കഴിയില്ല. ജുഡീഷ്യൽ സംവിധാനം എടുക്കുന്ന തീരുമാനം ആഭ്യന്തരമോ വൈദേശികമോ ആയ ഇടപെടലുകളില്ലാതെയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കൊലപാതകവും കവർച്ചയും ഉൾപ്പെടെ വിവിധ കേസുകളിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരെയാണ് കുവൈറ്റ് കഴിഞ്ഞ ദിവസം തൂക്കിലേറ്റിയത്. വിചാരണ പൂർത്തിയായ ശേഷമായിരുന്നു പ്രതികളുടെ വധശിക്ഷ നടപ്പാക്കിയത്. വിവിധ കൊലപാതക കേസുകളിലും മയക്കുമരുന്ന് കേസിലും കവർച്ച കേസിലും പ്രതികളായിരുന്ന ഇവർക്ക് ക്രിമിനൽ കോടതിയാണ് വധശിക്ഷ വിധിച്ചത്. പ്രതികൾ മേൽക്കോടതിയിൽ നേരത്തെ അപ്പീലുകൾ നൽകിയിരുന്നുവെങ്കിലും ഇതൊക്കെ തള്ളിപ്പോവുകയായിരുന്നു. 4 കുവൈത്തികളെയും സിറിയ, പാകിസ്ഥാൻ, എത്യോപ്യ സ്വദേശികളായ 3 പേരെയുമാണ് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. കുവൈത്തി പൗരന്മാരായ ഖാലിദ് സാദ് മുഹമ്മദ് അൽ ഖഹ്താനി, അലി അല്ല അൽ ജാബ്രി, റബാബ് അദ്ലി മുസ്തഫ ഷെഹാത്ത, സിറിയൻ പൗരനായ ഹമദ് അഹമ്മദ് മഹ്മൂദ് അൽ ഖലഫ്, പാകിസ്ഥാൻ പൗരനായ റാഷിദ് അഹമ്മദ് നസീർ മഹ്മൂദ്, എത്യോപ്യൻ പൗരനായ ഐഷ നെമോവിസോ എന്നിവരുടെ വധശിക്ഷയാണ് സെൻട്രൽ ജയിലിൽ വെച്ച് നടപ്പാക്കിയതെന്ന് അധികൃതർ അറിയിച്ചത്. വധശിക്ഷ വിധിച്ചവരിൽ പ്രവാസികൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും എല്ലാവർക്കും ഇതൊരു മുന്നറിയിപ്പായി കണക്കുകൂട്ടുന്നു. നിലവിൽ കുവൈത്തിൽ വധശിക്ഷയ്ക്കെതിരെ പ്രതികൾ സമർപ്പിച്ച അപ്പീലിൽ തീരുമാനമാകാതെ വിദേശികളടക്കം നിരവധി പേരാണ് ജയിലിൽ കഴിയുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ആദ്യമായാണ് 7 പേരെ ഒരേ ദിവസം ഒന്നിച്ച് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത്. കഴിഞ്ഞ 53 വർഷത്തിനിടയിൽ 84 പേരെയാണ് തൂക്കിലേറ്റിയത്. ഇവരിൽ 20 പേർ കുവൈത്തികളും 64 പേർ വിദേശികളുമാണ്. 2017 അവസാനമായി കുവൈത്തിൽ വധശിക്ഷ നടപ്പാക്കിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.